അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പണ്ഡിതകളെ, ഇവിടെ ഹദീസ് സെമിനാറിൻ്റെ ഒരു സമാപന സെഷനിലേക്ക് നമ്മൾ നീങ്ങാനിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എനിക്കിവിടെ സംസാരിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള വിഷയം ഹദീസ് നിദാനശാസ്ത്രം, അറബിയിൽ ഇൽമുൽ ഹദീസ്, മുസ്തലഹുൽ ഹദീസ് എന്നൊക്കെ പറയുന്ന അറബി കോളേജുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും അത്തരത്തിലുള്ളവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരത്തെ ഒരു ധാരണയുള്ള ഒരു വിഷയം തന്നെയാണ് ഹദീസ് നിദാനശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹദീസ് നിദാനശാസ്ത്രം വാസ്തവത്തിൽ അത് നിലനിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഹദീസുകൾ നേരാം വണ്ണം ശരിയായ രീതിയിൽ ജീവിതത്തിൽ അനുവർത്തിക്കാൻ സാധിക്കുന്നത്. ഏതാണ് നമുക്ക് സ്വീകരിക്കേണ്ടത്, ഏതാണ് തള്ളേണ്ടത് എന്നൊക്കെ കൃത്യമായി നിർണയിക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു വിജ്ഞാന ശാഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം രൂപപ്പെട്ട് ഉണ്ടായതുകൊണ്ടാണ്. അങ്ങനെ ഒരു വിജ്ഞാനശാഖ രൂപപ്പെട്ടുണ്ടാകുന്നതിന് ആ കാലഘട്ടം ഒരു പ്രത്യേകമായ ഇങ്ങനെ ഒന്നുണ്ടാകേണ്ടതുണ്ട് എന്ന് ആ കാലഘട്ടം തേടിയൊരു വിജ്ഞാനശാഖയാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു സംഗതി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അതേ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുന്ന, അങ്ങനെ തന്നെ അത് അനുഭവപ്പെടുന്ന ആളുകളാണ് സഹാബാക്കൾ. എന്നാൽ റസൂലുള്ള പറഞ്ഞ സംഗതികൾ തന്നെയാണെങ്കിലും അത് അങ്ങനെ ഉണ്ടോ, തനിക്കറിയാത്തൊരു സംഗതി പറയുകയാണെങ്കിൽ അതിനൊരു തസബ്ബുത്ത്, അത് ശരിയാണോ അല്ലേ എന്നുള്ളത് പരിശോധിക്കുന്ന ഒരു രീതി സഹാബാക്കളുടെ ഇടയിലുണ്ടായിരുന്നു. നമ്മളൊക്കെ അറിയുന്ന സംഭവമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരു വെള്ളിമ്മ വന്ന് അവരുടെ മീറാസിലെ അനന്തര സ്വത്തിൻ്റെ വിഹിതം ചോദിച്ചൊരു സന്ദർഭമുണ്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആനിൽ നിങ്ങൾക്കൊരു വിഹിതം ഉള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നും ഒരു ജദ്ദത്തിനുള്ളൊരു വിഹിതം ഉള്ളത് അറിയില്ല. എന്നിട്ട് സഹാബാക്കളോട് ചോദിച്ചു, ആരെങ്കിലും ഇങ്ങനെ കേട്ടിട്ടുണ്ടോ അങ്ങനെ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതെന്ന്? അപ്പോൾ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ആണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജദ്ദത്തിന് 1/6 വിധിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. 1/6 എന്ന് പറഞ്ഞാൽ മീറാസിനെ പറ്റി നമുക്കറിയാം. ഉമ്മ ജീവിച്ചിരിക്കണില്ലെങ്കിൽ ഉമ്മയുടെ ഓഹരി അത് വെല്ലിമ്മക്ക് കിട്ടും. അതുപോലെ തന്നെ ഉപ്പ ജീവിച്ചിരിക്കണമെങ്കിൽ ഉപ്പാൻ്റെ ഓഹരി 1/6 എന്നുള്ളത് അത് വെല്ലിപ്പക്ക് കിട്ടും. അങ്ങനെ ആണല്ലോ മീറാസ്. അപ്പം അങ്ങനെ അതിനെ സംബന്ധിച്ച് അബൂബക്കർ സിദ്ദീഖിന് അറിയില്ല. അത് ഇങ്ങനെ റസൂലുള്ള പറഞ്ഞിക്കണെന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, നീ അല്ലാതെ വമൻ മഅക്, നിൻ്റെ കൂടെ പിന്നെ ആർക്കാ ഇതിനെപ്പറ്റി അറിയാം എന്ന് പറഞ്ഞു. ആ പറഞ്ഞതൊരു തസബ്ബുത്ത് ഒന്നുകൂടി ദൃഢീകരിക്കാൻ വേണ്ടി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത് കേട്ടൊരാളാണല്ലോ മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു, ഇത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം നമുക്കറിയാം. അതുപോലെ അബൂ മൂസൽ അശ്അരിയുടെ സംഭവം നമുക്കറിയാം. അബൂ മൂസൽ അശ്അരി ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ വീട്ടിൽ വന്ന് 3 പ്രാവശ്യം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. യാതൊരു മറുപടിയില്ല, മടങ്ങിപ്പോയി. അപ്പോൾ ഉമർ ഖത്താബ് വാതിൽ തുറന്ന് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു, നീ എന്തിനാ മടങ്ങിപ്പോയതെന്ന് ചോദിച്ചു. അപ്പോൾ അബൂ മൂസൽ അശ്അരി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, 3 പ്രാവശ്യം നിങ്ങൾ സലാം പറഞ്ഞിട്ട് മറുപടി ഇല്ലെങ്കിൽ മടങ്ങിപ്പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പോകണമെന്ന് പറഞ്ഞു.
അപ്പോൾ ഉമർ ഖത്താബ് പറയും, ഞാൻ കേട്ടിട്ടില്ലല്ലോ, അങ്ങനെ ഒരു സംഭവമല്ലല്ലോ. എന്നാലേ നിൻ്റെ ഈ സംസാരം അല്ലെങ്കിൽ നീ പറഞ്ഞതിന് തെളിവ് പറയാതെ ഞാൻ നിന്നെ വിടൂല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സുബ്ഹാനല്ലാഹ്, എന്താ ഇത് എല്ലാവർക്കും അറിയണ കാര്യമല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത ആളുകളോട് അദ്ദേഹം ഒരു സഹാബിമാരിയ്ക്കുന്ന ഒരു സദസ്സിലേക്ക് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഇത് പറയണത് കേട്ടിട്ടില്ലേ? അപ്പോൾ കൂട്ടത്തിലുള്ള ആളുകൾ പറഞ്ഞു, ഇതിപ്പോൾ എല്ലാവർക്കും അറിയണ സംഭവമല്ലേ. അങ്ങനെ മറ്റൊരാൾ സാക്ഷ്യം വഹിച്ചു, ഇങ്ങനെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഉമർ ഖത്താബ് പറഞ്ഞു, ഇത്ര ഒരു ചെറിയ സംഗതി പോലും എൻ്റെ ശ്രദ്ധയിൽ വന്നില്ലല്ലോ എന്ന് അദ്ദേഹം പരിതപിച്ചു. അതും അങ്ങനെ. അതുപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ കാലത്തും അലി ബിൻ അബി ത്വാലിബിൻ്റെ ഒക്കെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അള്ളാൻ്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് അതുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരിക്കോ എന്ന ഉറപ്പില്ലാത്തൊരു സംഗതിയാണെങ്കിൽ അവരതിനെ ഒന്നുകൂടി അതൊന്ന് ഉറപ്പിക്കും, ശരി തന്നെയാണോ അല്ലേ എന്നുള്ളത്. അത് അവരുടെ രീതിയായിരുന്നു. സഹാബാക്കളും അങ്ങനെ തന്നെയാണ്. സഹാബാക്കളുടെ കാലം കഴിഞ്ഞു, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞു, താബികളുടെയൊക്കെ കാലം കഴിയുമ്പോഴേക്കൊക്കെ ഇസ്ലാമിൽ ഒരുപാട് അവാന്തര വിഭാഗങ്ങൾ കടന്നു വന്നു. ഓരോ കക്ഷികളും അവനവനനുസരിച്ച് കാല റസൂലുള്ള പറയുന്ന ഒരവസ്ഥ വന്നു. അപ്പോഴാണ് ഈ ആര് പറഞ്ഞു എന്നോട് എന്നുള്ള സംഗതികൾ അന്വേഷിക്കുന്ന രീതി വരുന്നത്. അങ്ങനെയാണ് സെനദുകൾ എന്ന് പറയുന്ന ഒരു സംവിധാനം വരുന്നത്. അബ്ദുല്ലാ ബിൻ മുബാറക്ക് പറയുന്നത് പോലെ അൽ ഇസ്നാദു മിനദ്ദീൻ വലൗലൽ ഇസ്നാദ്, ഇസ്നാദില്ലെങ്കിൽ നമ്മളുടെ ദീൻ തന്നെ ഇല്ല എന്നൊരവസ്ഥ പിൽക്കാലത്തുണ്ടായി. ആരെന്ത് പറഞ്ഞാലും അതിന് സെനദ് ചോദിക്കും. കാരണം റസൂലുള്ളാഹിന്റെ നിന്ന് നേരിട്ട് കേട്ട സഹാബിമാരുടെ കാലം കഴിഞ്ഞു. ഹിജ്റ 110 മാക്സിമം. അവസാനത്തെ സഹാബി അദ്ദേഹം മരിക്കുമ്പോൾ ഹിജ്റ 110ആണുള്ളത്. അപ്പോൾ അത് ഹിജ്റ 110 കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ കേട്ട എല്ലാ ആളുകളും ഈ ലോകത്തോട് വിട പറഞ്ഞു. പിന്നെ റസൂലിൽ നിന്ന് നേരിട്ട് ഹദീസ് കേട്ടത് ഹിജ്റ 110 കൂടി കഴിഞ്ഞു. ഹിജ്റ 101 എന്നും അഭിപ്രായമുണ്ട് ഈ അവസാനത്തെ സഹാബി മരണപ്പെട്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ജനറേഷനാണ്, താബികളുടെ ജനറേഷനാണ്. അപ്പോൾ താബികൾ ആരെന്ത് പറഞ്ഞാലും അവർ പറഞ്ഞത് ആരിൽ നിന്ന് പറഞ്ഞു എന്ന് അന്വേഷിച്ചിട്ടേ കാര്യങ്ങൾ സ്വീകരിക്കുള്ളൂ. അങ്ങനെയാണ് സെനദുകൾ എന്ന് പറയുന്ന ഒരു രീതി വന്നത്. അപ്പോൾ അബ്ദുല്ലാ ബിൻ മുബാറക്ക് അദ്ദേഹം താബികളിൽപ്പെട്ട അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ കാലമായപ്പോൾ എന്ത് റസൂലുള്ള പറഞ്ഞു എന്ന് കേട്ടാലും ആര്, അങ്ങനെയാണ് ഈ സെനദ് എന്നുള്ള ഒരു രീതി വന്നത്. പിന്നെ പിൽക്കാലത്ത് ആളുകൾ ആ രീതിയിൽ തന്നെ ഹദീസുകൾ ഉദ്ധരിക്കുന്നതൊക്കെ ഇന്ന ആളിൽ നിന്ന് കേട്ടു, ഇന്നവരിൽ നിന്ന് ഇന്നവർ എന്ന രീതിയിൽ പറയും. അങ്ങനെ അസുർ റിവായ എന്നാണ് ഇതിന് പറയാം. റിവായത്തിൻ്റെ കാലഘട്ടം അത് ഏകദേശം ഒരു 3 നൂറ്റാണ്ട് വരെ ഏതു കാര്യങ്ങൾ പറയുകയാണെങ്കിലും അത് റിവായത്തിലൂടെയാണ് പറയുള്ളൂ. സെനദില്ലാതെ അങ്ങനത്തെ സംഗതികൾ പറയില്ല. അത് അവരുടെ ഒരു കൾച്ചറായി മാറിയിരുന്നു. പിന്നെ ഇത് രേഖപ്പെടുത്തി വെക്കപ്പെടുന്ന ഇത് വളരെ വ്യാപകമായി. നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും, ഹദീസുകൾ റസൂലിൻ്റെ കാലത്ത് തന്നെ രേഖപ്പെടുത്തി വെട്ടുന്ന രീതിയുണ്ട്. സഹാബാക്കളുടെ കാലത്ത് വളരെ കൂടുതലുണ്ട്, താബികളുടെ കാലത്ത് വളരെയധികം ഉണ്ട്. എന്നിരുന്നാലും അത് ഒന്നാകെ വ്യാപകമായി ഹദീസ്, തദ്വീനുൽ ഹദീസ് എന്നത് പറയുന്നത് ഒരു രീതിയായി മാറി. ഇനി ഈ റിവായത്തിൻ്റെ ആവശ്യമില്ല എന്ന ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് ഏകദേശം ഒരു പിന്നെ ഖൈറുൽ ഖുറൂനുകളൊക്കെ കഴിഞ്ഞ 3 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം. അപ്പം അതിന് ശേഷം പിന്നെ റിവായത്തുകൾ കുറഞ്ഞു വരുന്നു. എന്നാൽ ഇപ്പോഴും സെനദുകളും റിവായത്തും ചെയ്യുന്ന രീതികളുണ്ട്. ഇമാം ബുഖാരിയുടെ സെനദുകൾ പണ്ട് മുതൽ ഇന്ന് വരെയുള്ളതുണ്ട്. വിശുദ്ധ ഖുർആനും അതുപോലെ ഏത് സെനദുകളിലൂടെയാണ് വന്നിട്ടുള്ളത്. അത് ഇന്നും അതേ സെനദുകൾ നൽകുന്ന വലിയ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അതൊക്കെ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു ആവശ്യം യഥാർത്ഥത്തിലില്ല. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ അത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയാണ് നമ്മളെ ഹദീസുകൾ. അപ്പോൾ എല്ലാം സ്വീകരിക്കേണ്ട രീതിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു നിർണിതമായ ശാസ്ത്രീയമായ രൂപം ഉണ്ടാകണം. ശാസ്ത്രീയമായ രൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ സംസാരം മറ്റൊരാൾക്ക് സ്വീകാര്യമാകണമെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ശാസ്ത്രീയമായി, അത് ഇസ്ലാമിൻ്റെ ശാസ്ത്രമല്ല, അല്ലാതെ തന്നെ ശാസ്ത്രീയമായി അതുണ്ട്. അത് നേരിട്ട് കേൾക്കണം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആ വിഷയത്തിലുണ്ടല്ലോ.
അത് ഒരു വ്യവസ്ഥാപിതമായ രീതിയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇൽമുൽ ഹദീസിലെ ഒരു പ്രധാന ഭാഗം. ഒരുപാട് അതിന് ചെറിയ ചെറിയ വേറെ ഭാഗങ്ങളുണ്ട്. നമ്മൾ സാധാരണ ഇൽമുൽ ഹദീസ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതിൻ്റെ പരന്ന ഭാഗങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ ഞാനതിലൊരു 1-2 ചെറിയ ഭാഗങ്ങൾ മാത്രമേ ശ്രദ്ധയിൽപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ ഹദീസ്, ഇപ്പോൾ ഒരു ഹദീസ് സഹീഹാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ ഇടയിൽ ആളുകൾക്ക് ഇപ്പോൾ ഇങ്ങനെ വളർന്നു വരുന്നൊരു പ്രവണതയാണ് എന്ത്, പിന്നെ ഹദീസ് എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ മത്തിനു കൂടി ശരിയാക്കണം. ഹദീസിന് 2 ഭാഗമാണ് ഉണ്ടാകുക, നമുക്കറിയാം. അതിന് സനദ്, പിന്നെ റിപ്പോർട്ടർമാരുടെ ഒരു പരമ്പര, പിന്നെ അവർ പറയുന്ന ആ നബിയുടെ വാക്കുകൾ അല്ലെങ്കിൽ നബിയെ പറ്റി പറയുന്ന സംഗതികൾ, അതാണ് മത്തിന് എന്ന് പറയുന്നത്. അപ്പോൾ സനദ് മാത്രം ശരിയായ പോരാ, നമ്മൾ മത്തിനും കൂടി സഹീഹാകണം, മത്തിനും കൂടി സഹീഹാകണമെന്ന് ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മളുടെ ഇടയിലുള്ള പല ആളുകൾക്കും യഥാർത്ഥത്തിൽ ഈ ഹദീസ് വിജ്ഞാനീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ അറിവുകളാണ് മാത്രമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിൽ പറയും. വാസ്തവത്തിൽ ഒരു ഹദീസ് സഹീഹാണ് എന്ന് പറയണമെങ്കിൽ, ഒരു ഹദീസ് സഹീഹാണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ സനദും സഹീഹാകണം, അതിൻ്റെ മത്തിനും സഹീഹാകണം. സനദും മത്തിനും സഹീഹാകണ ഒരു ഹദീസിനെ സംബന്ധിച്ച് നമ്മൾ സഹീഹായ ഹദീസ് എന്ന് പറയുള്ളൂ. അതിൽ സ്ഖലിതങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മറ്റൊരു രീതിയിലാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. അപ്പോൾ സനദും മത്തിനും സഹീഹായെങ്കിലേ ഹദീസ് ശരിയാകുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ മത്തിനും കൂടി ശരിയായെങ്കിലേ ശരിയല്ല. അപ്പോൾ നമ്മൾ സഹീഹായ ഇമാം ബുഖാരിയോ മുസ്ലിമോ ഒക്കെ റിപ്പോർട്ട് ചെയ്ത ചില ഹദീസുകൾ അവനവൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അല്ലെങ്കിൽ തൻ്റെ ചിന്തയോട് യോജിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ അപ്പോൾ അവർ പറയും ഇത് ഈ മത്തിന് സഹിയായി വരണ്ടേ, മത്തിനും കൂടി സഹിയാകണ്ടേ. മത്തിന് സഹിയാകാതെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, മത്തിന് സഹീഹാകാത്ത ഒരു ഹദീസിനെ സംബന്ധിച്ച് സഹീഹ് എന്ന് പറയില്ല. നമുക്കറിയാലോ, ഒരു സഹീഹിൻ്റെ നിബന്ധന 5 വശങ്ങളാണല്ലോ ഉള്ളത്. അത് റിപ്പോർട്ട് ചെയ്യുന്ന റാവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ 2 അദാലത്തും താമുല്ലബത്തും, അത് റാവിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ പ്യുവർ സനദുമായി ബന്ധപ്പെട്ടതാണ് ഇത്തിസാലു സനദ്, കണ്ണി മുറിയാത്ത പരമ്പര ഉണ്ടാകണമെന്ന് പറയണത്. എന്നാൽ ഈ 2ഉം സനദും മത്തിനുമായി ബന്ധപ്പെട്ടതാണ് ഷാദാകാതിരിക്കുക അല്ലെങ്കിൽ ഇല്ലത്തില്ലാതിരിക്കുക എന്ന് പറയണത്. ഞാൻ ഈ സാങ്കേതികത പ്രയോഗിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ആളുകൾ അതിനെപ്പറ്റി ധാരണ ഉള്ളവരാണെന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഷാദായിരിക്കുക ഇല്ലത്തുള്ളവരായിരിക്കുക എന്ന് പറയുമ്പോൾ അതും കൂടി കൂടണം. അപ്പം മത്തിനൊക്കെ കൂടണം. ഇനി ഞാനിപ്പോൾ ഒരു സാധാരണ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു ഹദീസിലെ ഒരു ടെർമിനോളജി ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇപ്പോൾ ഒന്ന് ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിലും അതുപോലെ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണും സഹീഹൽ ഇസ്നാദ് എന്നുണ്ടാവും, അല്ലെങ്കിൽ റിജാലുഹു സിഖാത്ത് എന്നുണ്ടാവും. സനദ് സഹീഹാണ്, അല്ലെങ്കിൽ അതിലെ വ്യക്തികൾ സിഖാത്താണ്. ഇങ്ങനെ സഹീഹൽ ഇസ്നാദ് എന്ന് പറഞ്ഞാൽ ആ ഹദീസ് സഹീഹാണ് എന്ന് പറയാൻ പറ്റില്ല. സഹീഹൽ ഇസ്നാദ് എന്ന് പറഞ്ഞ അർത്ഥം ഹദീസിൻ്റെ 3 ഘടകം, ഹദീസിന് ശരിക്കും 5 കാര്യമാണ്, പിന്നെ നിബന്ധനകളാണുള്ളത്. അതിൽ 3 നിബന്ധന ഓക്കെയാണ്, ബാക്കി 2 നിബന്ധന അവിടെ ഓക്കെ ആകാതെ കിടക്കുന്നുണ്ട്. മത്തിന് ഓക്കെ അല്ല എന്നർത്ഥം. സഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞ അർത്ഥം മത്തിന് ഓക്കെ അല്ല, മത്തിനെ സംബന്ധിച്ച് പഠനം നടത്തേണ്ടതുണ്ട്, അത് പരിശോധിച്ചതിന് ശേഷമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ചില സംഗതികൾ ചില ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഹദീസിനെ പറ്റി സഹീഹുൽ ഇസ്നാദ് മുത്തഫഖുൻ അലൈഹി എന്നുണ്ട്. അഥവാ മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പക്ഷേ എൻ്റെ മത്തിന് സഹീഹാണ് എന്ന് ഉള്ളതിന് ശരിയാകുന്നൊരവസ്ഥ കാണുന്നില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി പറയുക സഹീഹുൽ ഇസ്നാദ് എന്നാണ്. അതിൻ്റെ അർത്ഥം അത് പൂർണ്ണമായും സഹീഹല്ല, പക്ഷേ അത് ഹദീസാണെങ്കിൽ മുത്തഫഖുൻ അലൈഹിയാണ്. അങ്ങനെ വളരെ ദുർലഭമായ ചിലരുണ്ടാവും. ഇപ്പോൾ നമ്മളെ മൗസുഅത്തുൽ അഹാദീസ് എന്ന് പറഞ്ഞ ഹദീസിൻ്റെ മൗസു ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ ഒരു എൻസൈക്ലോപീഡിയ. അതിൽ ഈ ഒരു ഹദീസിനെ പറ്റി കൊടുത്തിട്ടുള്ളത്, ഞാനിങ്ങനെ വായിച്ചു നോക്കുമ്പം ഈ ഒരു ഹദീസിനെ പറ്റി കൊടുത്തിട്ടുള്ളത് ഇതാണ്, എന്ത് ഈ പറഞ്ഞ രീതിയാണ്.
തസവ്വജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൈമൂന വഹുവ മുഹരിം. മൈമൂന റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിലായിരിക്കെയാണ് വിവാഹം ചെയ്തത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു റിപ്പോർട്ടുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. പക്ഷേ അതിന് മൗസുആത്തുൽ ഹദീസ് കൊടുത്തിട്ടുള്ളത് സഹീഹൽ ഇസ്നാദ് മുത്തഫഖുൻ അലൈഹി. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യം എന്താ വെച്ചാൽ ഈ ഹദീസിൻ്റെ സനദ് വളരെ ക്ലിയറാണ്. ബുഖാരിൻ്റെയും മുസ്ലിമിൻ്റെയും സനദാണല്ലോ. പക്ഷേ ഇതിൻ്റെ മത്തിന് ഈ പറഞ്ഞിരിക്കുന്ന സംഗതി അത് ഒരു ശരിയല്ലാത്ത സംഗതിയാണ്. അത് ശരിയല്ലാത്ത സംഗതിയാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൈമൂന റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിലായിരിക്കുന്ന സമയത്താണ്. ഇഹ്റാമിൽ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ധാരണ പെശക് പ്രകാരം ഉണ്ടായ സംഗതിയാണ്. മൈമുന റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ഉംറയുടെ ഒരു സന്ദർഭത്തിലാണ് വിവാഹം ചെയ്യുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിൽ വിവാഹം ചെയ്തപ്പോൾ ആ വിവരം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അറിയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇഹ്റാമിലായിരിക്കുന്ന സന്ദർഭത്തിലാണ്. അതുകൊണ്ടായിരിക്കും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറയണത്. അപ്പോൾ ഇത് അങ്ങ് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഇതിൽ അബൂ റാഫി റളിയല്ലാഹു അൻഹു ഉണ്ട്. അബൂ റാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു അത് ശരിയല്ല, ഇബ്നു അബ്ബാസ് പറഞ്ഞത് ശരിയല്ല. മൈമുന റളിയല്ലാഹു അൻഹയും പറഞ്ഞു അത് ശരിയല്ല. കാരണം അബൂ റാഫി പറഞ്ഞത് ഞാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മൈമുന റളിയല്ലാഹു അൻഹയോട് പോയിട്ട് ഈ വിവാഹത്തെ പറ്റി സംസാരിച്ചത്. ആ വിവാഹത്തിലെ ബ്രോക്കർ അത് അബൂ റാഫി റളിയല്ലാഹു അൻഹു ആണ്. ആ അബൂ റാഫി റളിയല്ലാഹു അൻഹു പറയാണ് കുൻതു സഫീർ ബൈന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ മൈമുന ഫതസവ്വജഹാ വഹുവ ഹലാൽ. നബി ഇഹ്റാമിലല്ല, ഹലാൽ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ചെയ്തത്. പിന്നെ മൈമുന റളിയല്ലാഹു അൻഹ തന്നെ പറയുകയുണ്ടായത് തസവ്വജനി വഹുവ ഹലാൽ, എന്നെ വിവാഹം ചെയ്തിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹലാലായിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവിടെ ഇഹ്റാമിലായിരിക്കെയാണ് വിവാഹം ചെയ്തത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ കാര്യത്തിൻ്റെ സനദുകൾ മുഴുവൻ ശരിയാണ്. പക്ഷേ ആ പറഞ്ഞ വസ്തുത അവിടെ ശരിയല്ല. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറ്റിയ ഒരു ധാരണപ്പെശകാണ്. അങ്ങനെ അത് എന്താ പറ്റിയെന്നുള്ള പണ്ഡിതന്മാർ ചർച്ചയുണ്ട്. ഇങ്ങനത്തെ വന്ന ഹദീസിന് സഹീഹുൽ ഇസ്നാദ് എന്നാണ് പറയുക. അതിനെപ്പറ്റി സഹീഹ് എന്ന് പറയല്ല, അതാണ് പറഞ്ഞത്. അപ്പോൾ സഹീഹുൽ ഇസ്നാദ് ഇപ്പോൾ നമ്മളുടെ പല ഇപ്പോൾ ഈ ഹദീസൊക്കെ ഉണ്ടല്ലോ, നമ്മളെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിങ്കൽ ചെന്ന് പോയി മഴയ്ക്ക് വേണ്ടി ഇസ്തസ്കിലി ഉമ്മത്തിക്ക എന്നൊക്കെ പറഞ്ഞത്, അതിനെപ്പറ്റിക്ക് സഹീഹുൽ ഇസ്നാദ് എന്നല്ലാതെ വേറെ യാതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഒക്കെ സഹീഹുൽ ഇസ്നാദാണ്. അപ്പോൾ സഹീഹുൽ ഇസ്നാദ് എന്നുള്ള ഈ പദം, ഈ ടെർമിനോളജി നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. സഹീഹുൽ ഇസ്നാദ് എന്ന് കണ്ടാലോ റിജാലു സിഖാത്ത് എന്ന് കണ്ടാലോ നമ്മൾ എന്ത് ചെയ്യരുത്, ആ ഹദീസിനെ പറ്റി രണ്ടാമത് വായിച്ച് നോക്കണം. എന്നിട്ട് അത് ശരി സഹി ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിച്ച് നോക്കിയേ പറ്റുള്ളൂ. റിജാലു സിഖാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ സനദിനെ പറ്റി ഇപ്പം ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല, അതിലെ റിപ്പോർട്ടർമാരൊക്കെ കൊള്ളാവുന്നവരാണെന്നേ അതുകൊണ്ട് ഉദ്ദേശിക്കുള്ളൂ, അതും സഹീഹല്ല. അപ്പോൾ സഹീഹായ ഹദീസുകളുടെ മത്തിന് പരിശോധനാ വിധേയമാക്കിയിട്ട് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന ഒരു ധാരണ നമ്മളെ ഇടയിൽ, നമ്മളെ കൂട്ടത്തിൽപ്പെട്ടൊക്കെ തന്നെ ചില ആളുകൾ അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ധാരണയാണ്. വളരെ ദുർലഭമായ ചില ഹദീസുകളെ സംബന്ധിച്ച് മാത്രമേ നമുക്കങ്ങനെ ഏറി വന്നാൽ പറയാൻ പറ്റുള്ളൂ. ഉദാഹരണമായിട്ട് ഞാൻ ഈ പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇഹ്റാമിലാണെന്ന് വിവാഹം ചെയ്തു പറഞ്ഞ ഹദീസിനെ ചില ആളുകൾ ബുഖാരിയിൽ ലൈഫില്ല എന്നുള്ളത് തെറ്റല്ലേ, ബുഖാരി ഇതാ ലൈഫാണ് ഈ കാണുന്നത്, ഇതാണ് ലൈഫ് പറഞ്ഞ് ഈ ഒരു ചെറിയ ഒരു സംഗതി നോക്കിയിട്ട് ഇതിനെ സാമാന്യവൽക്കരിച്ച് പറയുന്ന സംഗതിയാണ്. ഇതൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ള, നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ വേറൊരു സംശയം ആളുകൾക്ക് ഉള്ള എന്താ വെച്ചാൽ, എന്തപ്പോൾ ചില ഹദീസുകളെ പറ്റി കുറേ പണ്ഡിതന്മാർ സഹീഹാണെന്ന് പറയും. ഇമാം തിർമിദി അത് സഹീഹ്, മറ്റേ ഇബ്നു മാജ സഹീഹ്. എന്നാൽ വേറെ കുറേ ആൾക്കാർ അതേ ഹദീസുകളെ സംബന്ധിച്ച് തന്നെ പിന്നെ ലൈഫ് എന്ന് പറയും. ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി ഈ സുനനുകൾ, സുനന് അതുപോലെ
പിന്നെ ഹദീസ് ഗ്രന്ഥത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയുമായിരിക്കും. നമ്മളെ ഹദീസ് എന്ന് പറഞ്ഞത് ഇപ്പോൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, പണ്ഡിതന്മാർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഒന്ന് മുസ്നദുകൾ എന്ന് പറയുന്നത്. മുസ്നദ് പറഞ്ഞാൽ ഓരോ സഹാബി അനുസരിച്ച് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ആദ്യ ഹഷറത്തുൽ മുബശ്ശിരീൻ, പിന്നെ അതാണ് അഹമ്മദ് ബിൻ ഹംബലിൻ്റെ മുസ്നദ്. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അത് മുസ്നദാണ്. 30,000-ഓളം ഹദീസുകൾ അതിലുണ്ട്. അതിലുള്ള ഇത് കുറച്ച് കഴിഞ്ഞാൽ 9,000 10,000-ന് താഴെ ഹദീസുണ്ട്. അത് അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുള്ളത് ഓരോ സഹാബിമാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ക്രോഡീകരിച്ചതാണ്. അതിന് മുസ്നദ് എന്ന് പറയും. എന്നാൽ പിന്നെ സുനനുകൾ, അതുപോലെ ജാമികൾ, ജാമിയാണ് പിന്നെ ഈ സഹീൽ ബുഖാരിയും അതുപോലെ സഹീ മുസ്ലിം ഒക്കെ ജാമിയാണ്. എന്നാൽ തിർമിദി, ഇബ്നു മാജ, അതുപോലെ അബൂദാവൂദ്, നസായി, ഇതൊക്കെ സുനനുകളാണ്. അതുപോലെ തന്നെയാണ് മുസന്നഫാത്ത് എന്ന് പറഞ്ഞാൽ മുസന്നഫ് പിന്നെ ഇബ്നു അബി ഷൈബ, അതുപോലെ മുസന്നഫ് അബ്ദുർ റസാഖ്. ഈ 3 കാറ്റഗറി പെട്ട ഹദീസുകളും അത് ക്രോഡീകരിച്ചിട്ടുള്ളത് ഫിഖഹിൻ്റെ ബാബിനനുസരിച്ചാണ്. പ്രധാനമായി 8 ബാബുകളുണ്ടാകുക: ഇൽമ്, ഈമാന്, ത്വഹാറത്ത്, സ്വലാത്ത്, സക്കാത്ത്, ഹജ്ജ്, ബുയൂ, നിക്കാഹ്. ഇങ്ങനെ ഈ ഫിഖഹിൻ്റെ ബാബിനനുസരിച്ച് ഹദീസിനെ ക്രോഡീകരിച്ച ഹദീസ് ഗ്രന്ഥങ്ങളാണ് ഈ പറയുന്ന സുനനുകളും ജാമികളും മുസന്നഫാത്തുകളും. പക്ഷേ ഈ സുനനുകളും ജാമിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ പറയണേ ജാമി ആയിട്ടുള്ളത് അത് പിന്നെ ബുഖാരിയും മുസ്ലിമും മാത്രമേ ഉള്ളൂ. ബുഖാരിയും മുസ്ലിമും ആ രീതിയിലാണ് ക്രോഡീകരിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിലും അത് സഹീഹായത് മാത്രമേ നമ്മൾ അതിൽ രേഖപ്പെടുത്തുള്ളൂ എന്ന് നിഷ്കർഷ പുലർത്തിയിട്ടുള്ള ഹദീസ് ഗ്രന്ഥമാണ്. എന്നാൽ സുനനുകളെ സംബന്ധിച്ച് അങ്ങനത്തെ നിഷ്കർഷമല്ല. സുനനുകളായ സംബന്ധിച്ചിടത്തോളം അബൂദാവൂദ് ആയാലും നസായി ആയാലും ഇബ്നു മാജ ആയാലും ബാക്കിയുള്ളതൊക്കെ ആണെങ്കിലും അതിൽ സഹീഹായതും ഉണ്ടാവും, ഹസനായതും ഉണ്ടാവും, വേറെ ചില സഹാബിമാരുടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, അസറുകൾ ഉണ്ടാവും, ഇങ്ങനെ കുറേ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ബുഖാരി മുസ്ലിമും അല്ലാത്ത ഹദീസ് ഗ്രന്ഥങ്ങളെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അതിൽ നിന്ന് സഹീഹും ലഈഫും വേർതിരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി അദ്ദേഹം അത്തരം ഹദീസുകളെ വേർതിരിച്ച് പിന്നെ അത് പ്രത്യേക ഗ്രന്ഥമാക്കി മാറ്റിയിട്ടുണ്ട്. ബുഖാരി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി ബുഖാരിയിലെ ലഈഫുകൾ അല്ലെങ്കിൽ മുസ്ലിമിലെ ലഈഫുകൾ എന്ന് പറഞ്ഞൊരു ഹദീസ് ഗ്രന്ഥമൊന്നും രചിക്കാനുണ്ടാവില്ല. നേരെ മറിച്ച് ബുഖാരിയിലും മുസ്ലിമിലുള്ള ചില ഹദീസുകളുടെ നിരൂപണം നടത്തിയിട്ടുണ്ടാവും. ചെറിയ ഇപ്പം ഞാനിവിടെ പറഞ്ഞ രൂപത്തിലുള്ള ചെറിയ നിരൂപണങ്ങൾ വളരെ ചുരുക്കം ചില ഹദീസുകളെ സംബന്ധിച്ച് അതിൻ്റെ ഈ പറഞ്ഞ രീതിയിൽ പറയാൻ പറ്റും മാത്രം. നേരെ മറിച്ച് മറ്റുള്ളത് അങ്ങനെയല്ല. മറ്റുള്ളത് ഈ ഹദീസ് ഗ്രന്ഥം ക്രോഡീകരിച്ച ഹദീസിൻ്റെ കർത്താക്കൾ തന്നെ അങ്ങനെയാണ് ക്രോഡീകരിക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അതാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ പല രൂപത്തിലുണ്ടല്ലോ. ഇപ്പോൾ മൗദൂഅത്ത് മാത്രം നബിൻ്റെ മേലിൽ കറ്റ് കെട്ടി പറഞ്ഞ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. അതുപോലെ ഇല്ലത്തുള്ള ഹദീസ്, ലൈഫായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച ഹദീസുകളുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്താപ്പോൾ ഒരു ഹദീസ് ബുഖാരി സഹീഹ് എന്ന് ബുഖാരി പറഞ്ഞ, അല്ലെങ്കിൽ മറ്റൊരാൾ തിർമിദിയിലും നസായിലൊക്കെ സഹീഹ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്താ അപ്പോൾ അത് ലഈഫാന്ന് പറയണത് എന്ന് ചോദിച്ചാൽ അത് ആ ഗ്രന്ഥകർത്താക്കൾ തന്നെ അത് മുഴുവൻ സഹീഹുള്ളത് മാത്രമേ ഞങ്ങളിതിൽ ചേർക്കുകയുള്ളൂ എന്നൊരു നിഷ്കർഷ വെച്ചിട്ടില്ല. വേറെ ചില ഗ്രന്ഥകർത്താക്കളുണ്ട്, അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ അവരെന്ത് ശ്രദ്ധിച്ചിട്ടുള്ളൂ? റസൂലുള്ളാഹിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യണത് മുഴുവൻ ക്രോഡീകരിക്കുക. അത് സഹീഹ് ആകട്ടെ ലഈഫാകട്ടെ എല്ലാം ക്രോഡീകരിച്ചിട്ട് റസൂലുള്ളാഹിൽ നിന്ന് പറയുന്നതൊക്കെ പിന്നെ ഒരു ഗ്രന്ഥത്തിലാക്കുക. അങ്ങനെ നിബന്ധന വെച്ച ആളുകളുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളെ പരിശോധനാ വിധേയമാക്കിയതിന് ശേഷം അതിൽ സഹീഹ് ലഈഫ് എന്ന് പറഞ്ഞ വ്യത്യസ്തമായ തലങ്ങൾ നമ്മളതിൽ ഉണ്ടാക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ സമയം കഴിയുക. ഒരു സംഗതി കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വേറൊരു ഭാഗത്തേക്ക് നമ്മൾ വളരെ ശ്രദ്ധ ഉണ്ടാകേണ്ടത് എന്താണെന്ന് വെച്ചാൽ തഹ്രീജ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. തഹ്രീജ് ഇപ്പം നമ്മളെ നാട്ടിലേ ഉള്ളൂ ഈ തഹ്രീജ് എന്ന് പറഞ്ഞ വിഷയത്തിൽ ഒരു ശ്രദ്ധക്കുറവ്. പണ്ഡിതന്മാരെ പറ്റിയായിട്ട് ഞാൻ പറയണത്.
ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പുറത്ത് സൗദി അറേബ്യ ആയാലും ശരി, അറബ് നാടുകളിലാണെങ്കിലും ശരി, അവിടെയൊക്കെയുള്ള പണ്ഡിതന്മാർ ഒരു പുസ്തകം വാങ്ങുകയാണെങ്കിൽ തഹരീജില്ലാത്ത പുസ്തകമേ അവർ വാങ്ങൂല. ഒരു തഹരീജ് എന്ന് പറഞ്ഞതാണ് ഏതെങ്കിലും ഒരു പുസ്തകത്തെ ആ പുസ്തകത്തിൽ വന്ന സകല റിപ്പോർട്ടുകളും അതിൽ സഹീഹ് ഏത് ലൈഫ് ഏത് എന്ന് വേർതിരിച്ച് അടിക്കുറിപ്പ് നൽകിയ ഹദീസ് ഗ്രന്ഥങ്ങൾ. ആ ഒരു കൾച്ചർ നമ്മളെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ആധുനിക കാലഘട്ടത്തിൽ ഷെയ്ഖ് നാസറുദ്ദീനുൽ അൽബാനിയാണ്. അദ്ദേഹമാണ് തഹരീജ് എന്ന ഒരു കൾച്ചർ ഉണ്ടാക്കിയത്. അത് ഭയങ്കരമായി സ്വാധീനിച്ചിട്ടുണ്ട് അറബ് ലോകത്തെയും അതുപോലെ മുസ്ലിം ലോകത്തെ വളരെ സ്വാധീനിച്ചൊരു കൾച്ചറാണത്. അതുകൊണ്ട് തന്നെ ഒരു ഹദീസ് എഴുതുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾക്കൊക്കെ ഇപ്പോൾ ഒരു ഖുത്ബ പറയാൻ പോകുമ്പോൾ, ഖത്തീബ്മാരായിരിക്കുമല്ലോ ഇത്, ഖുത്ബ പറയാൻ പോകുമ്പോൾ ഹദീസാണ്ട് ബുഖാരി മുസ്ലിം അല്ലാത്തൊരു ഹദീസാണെങ്കിൽ എന്തായാലും അതൊന്ന് നോക്കണം, സഹിയാണോ ലൈഫാണോ എന്ന് നോക്കണം. തഹരീജുള്ള ഗ്രന്ഥങ്ങൾ നോക്കണം. അതുപോലെ നമ്മളെ തഫ്സീർ ഗ്രന്ഥങ്ങൾ തഹരീജുള്ളത് ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇബ്നു കസീറിൻ്റെത് ഇറങ്ങിയിട്ടുണ്ട്, കശാഫിൻ്റെ ധാരാളം നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഈ തഹരീജുള്ള. അപ്പോൾ ഒന്ന് നമ്മുടെ പണ്ഡിതന്മാർ തഹരീജുള്ള പുസ്തകങ്ങളെ അവലംബിക്കുന്ന രീതി വരണം. അതാണ് ഒരു ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. രണ്ടാമത്തെ സംഗതി, നമ്മളുടെ നാട്ടിൽ എഴുതപ്പെട്ട നല്ല പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളുണ്ട്. ഇപ്പോൾ ഹദീസിനെ പറ്റിയല്ല പറഞ്ഞത്, നല്ല ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ തഫ്സീറുകളുണ്ട്. ഇപ്പോൾ മുഹമ്മദ് അമാനി മൗലവിൻ്റെയൊക്കെ തഫ്സീറുകളൊക്കെ ഉണ്ട്. അതൊക്കെ യഥാർത്ഥത്തിൽ തഹരീജ് ആവശ്യമുള്ള ഗ്രന്ഥങ്ങളാണ്. തഹരീജ് എന്ന് പറഞ്ഞത് ആ ഗ്രന്ഥത്തിൻ്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയൊക്കെ തഹരീജ് ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം അഭിമാനിക്കുന്ന ഒരു വിഷയമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇപ്പോൾ ഇമാം ഖസാലി എന്ന് പറഞ്ഞാൽ നാസറുദ്ദീൻ അൽബാനിയായിട്ട് പല നിലക്ക് യോജിക്കാത്ത ആളാണ് ആശയത്തിൽ. അദ്ദേഹം ഒരു ഇഖ്വാനുൽ മുസ്ലിമീൻ്റെ ആളായിരുന്നു. നാസറുദ്ദീൻ അൽബാനി സഹീഹ് എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിൽ പോലും അല്ല അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹം പറയാറുള്ളത്, ഞാൻ സനദ് ലൈഫാണെങ്കിലും ആശയം സഹീഹാണെങ്കിൽ ഞാനത് സ്വീകരിക്കും. സനദ് ഇനിയിപ്പോൾ സഹീഹാണെങ്കിലും ആശയം ബുദ്ധിക്ക് യോജിക്കാത്തതാണെങ്കിൽ ഞാൻ സ്വീകരിക്കും. അതാണ് എൻ്റെ സഹീം ലൈഫ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൻ്റെ തന്നെ ഇമാം ഗസാലിയുടെ തന്നെ ഒരു പുസ്തകം, അദ്ദേഹത്തിൻ്റെ സീറത്തുൻ നബിചരിത്രം എന്ന പുസ്തകം, ആ പുസ്തകത്തിൽ ഒരുപാട് ചരിത്രം ഇങ്ങനെ കൊടുക്കല്ലേ. ചരിത്രത്തിൽ കുറേ അബദ്ധങ്ങളുണ്ടായപ്പോൾ നാസറുദ്ദീൻ അൽബാനി എന്ത് ചെയ്തു? മുഹമ്മദ് ഇത് ശരിയാണ്, നമ്മളെ ഇമാം ഗസാലി അല്ലട്ടോ പറയണത്, മുഹമ്മദുൽ ഗസാലി, ഇപ്പോൾ ഈജിപ്തിൽ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ അദ്ദേഹത്തിൻ്റെ പുസ്തകം. ആ പുസ്തകം നാസറുദ്ദീൻ അൽബാനി തഹരീജ് നടത്തിയപ്പം എന്നിട്ട് അത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. ഇതാ നിങ്ങളുടെ പുസ്തകത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത് സഹീഹല്ല അത് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം അത് സ്വാഗതം ചെയ്യുകയും അടുത്ത പതിപ്പിൽ അദ്ദേഹം എൻ്റെ പുസ്തകത്തിന് ഇതാ നാസറുദ്ദീൻ അൽബാനി തഹരീജ് നടത്തിയിട്ടുണ്ട്, അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് രണ്ടാമത്തെ പതിപ്പുണ്ടാക്കുന്നത്. എന്നാൽ ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളുണ്ട്. ഇപ്പോൾ യൂസുഫുൽ കർലാവിയുടെ അൽ ഹലാലു വൽ ഹറാം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അൽ ഹലാലു വൽ ഹറാം എന്ന് പറഞ്ഞ പുസ്തകത്തിന് അദ്ദേഹം തഹ്രീജ് നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം അത്ര സ്വീകാര്യമായിട്ട് എടുത്തില്ല. സയ്യിദ് സാബിക്കിൻ്റെ ഫിഖ്ഹു സുന്നക്കിൻ്റെ ഇബാദത്തുകളുടെ ഭാഗം നാസറുദ്ദീൻ അൽബാനി അദ്ദേഹം തഹ്രീജ് നടത്തി. പക്ഷെ അവരത് കൂടെ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല. അവസാനം നാസറുദ്ദീൻ അൽബാനി അത് സെപ്പറേറ്റ് ആയിട്ട് തമാമുൽ മിന്ന എന്ന പേരിൽ അത് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ തഹ്രീജ് നടത്തി കഴിഞ്ഞാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വായിക്കണേൽ നമുക്കൊരു നല്ല മനസ്സിലൊരു ഉറപ്പുണ്ടായി കിട്ടും. അത് നമുക്കൊരു അതിനെപ്പറ്റി ഒരു ഓതൻറ്റിസിറ്റി, ഇത് വളരെ പ്രാമാണികമായ ഹദീസാണ് എന്നുള്ള. പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം. ഇപ്പോൾ നാസറുദ്ദീൻ അൽബാനിൻ്റെ പുസ്തകങ്ങൾ വായിക്കുകയും നോക്കുകയും അവലംബിക്കുകയും ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നാസറുദ്ദീൻ അൽബാനി ഒരു ഹദീസിനെ പറ്റി സഹീഹ് എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം അതിൻ്റെ വ്യത്യസ്ത സെനദുകളെ, ലൈഫായ പല സെനദുകളെയും അദ്ദേഹം ധാരാളം സെനദിൽ കൂടി ഒരു ലൈഫായി വന്നാൽ അത് സഹീഹായി പരിഗണിക്കുന്ന ഒരു തത്വമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നാസറുദ്ദീൻ അൽബാനി ഹസൻ എന്നൊരു ഹദീസിനെ പറ്റി പറഞ്ഞിരിക്കണേ. ഹസൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സഹീഹിൻ്റെ താഴെ കടയിലുള്ളതാണ്. നാസറുദ്ദീൻ അൽബാനി ഹസൻ എന്നൊരു ഹദീസിനെ സംബന്ധിച്ച് വിധി എഴുതിയാൽ അത് നമ്മൾ വീണ്ടും ഒന്ന് വായിച്ച് പഠിക്കേണ്ട ഒരു സംഗതിയാണ്. അങ്ങനത്തെ ഹസൻ എഴുതിയ
പല ഹദീസുകളും നമുക്ക് വായിച്ചു നോക്കിയാൽ ഇത് ഹസൻ, ഇത് ലൈഫ് അല്ലേ എന്ന് തോന്നും. അത് നാസറുദ്ദീൻ അൽബാനിയുടെ ഒരു ടെർമിനോളജി അങ്ങനെയാണ്. ലൈഫായ ഒരു ഹദീസ് ധാരാളം സനദുകളിലൂടെ അത് വരികയാണെങ്കിൽ അതിനെ ഹസൻ എന്ന ദറജയിലേക്ക് ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ സഹീഹ് എന്നുള്ള ദറജയിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പം അത് മാത്രം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നാസറുദ്ദീൻ അൽബാനി സഹീഹ് എന്ന് പിന്നെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാസറുദ്ദീൻ അൽബാനി ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധാരണ നിലക്ക് പിന്നെ അത് എടുക്കാൻ ഉണ്ടാവില്ല. ആ രീതിയാണ്. അപ്പം അങ്ങനത്തെ ചില സംഗതികൾ കൂടി തഹ്രീജുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പിന്നെ എൻ്റെ സമയം അവസാനിച്ചു. ഏതായാലും ഈ ഹദീസ് വിജ്ഞാനീയത്തിൽ നമ്മൾ വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലമാണ്. അപ്പം ഞാൻ വായിച്ചിട്ടില്ല. എന്നോടൊരാൾ ഫോണിൽ പറഞ്ഞു, നിങ്ങൾ ഈ ആഴ്ചത്തെ ഷബാബ് വായിച്ചോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വായിച്ചിട്ടില്ല. എന്നാൽ അതിൽ പിന്നെ ഒരു ലേഖനം നിങ്ങൾ വായിക്കേണ്ടതാണ്. നിങ്ങൾ ഈ ഹദീസിനെ പറ്റി പറയുന്ന ആളുകൾ ഹദീസിൻ്റെ അക്ഷരവായനയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ, അതിനെപ്പറ്റി കേട്ടത്. ഓരോ ആളുകൾ ഇപ്പോൾ മുസ്തഫ മൗലവി വേറെ ഒരാളാണ്, അദ്ദേഹം അവർ ഹദീസെ നിഷേധിക്കുന്ന ആളാണ്. മുസ്തഫ മൗലവി പറഞ്ഞാൽ ഹദീസ് നിഷേധിയാണ്. ചേകനൂർ പ്ലസ് ആണ്. മുസ്തഫ മൗലവി എന്ന് പറഞ്ഞാൽ ചേകനൂർ പ്ലസ് ആണ് യഥാർത്ഥത്തിൽ. പക്ഷേ ധാരാളം ആളുകൾ അദ്ദേഹത്തെ കേൾക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കതിൻ്റെ ശരിതെറ്റുകളെ പറ്റി അറിയില്ല. ഈ ഹദീസ് ഇപ്പോൾ ഇയാളുടെ ഒരു സംസാരം ഞാൻ കേട്ടു. അത് വളരെ വളരെ അർത്ഥവത്തായ ഒരു സംസാരമാണ്. നമ്മുടെ അയ്യൂബ് മൗലവിയുടെ ഒരു സംസാരം ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞു, ഈ ഹദീസ് നിഷേധത്തിലേക്ക് വന്നാൽ പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് പിന്നെ യുക്തിവാദത്തിലേക്കാണ്. അത് നമ്മളുടെ ഒരു തെളിവാണ്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മളുടെ കൂട്ടത്തിൽ ഹദീസ് നിഷേധമല്ലെങ്കിലും ഹദീസല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വളരെ നിസ്സാരവൽക്കരിക്കുകയും അവനവൻ്റെ ബുദ്ധിക്കും അവനവൻ്റെ ചിന്തക്കും അനുസരിച്ച് ഹദീസുകളെ നിരൂപണം നടത്തുകയും പൗരാണികരായ പണ്ഡിതന്മാർ ഇതിനെപ്പറ്റി എന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിരൂപണം പറയാം. ഇപ്പോൾ ഇമാം ബുഖാരി ഒരു മഅസൂമായ മനുഷ്യനാണ്, തെറ്റുപറ്റാത്ത മനുഷ്യനാണെന്ന് ഇപ്പോൾ ആരും പറയുന്നില്ല. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി പറഞ്ഞ പോലെ അദ്ദേഹം ഒരു മഅസൂമൊന്നും അല്ലല്ലോ. ഇപ്പോൾ ചെറിയ അബദ്ധങ്ങളും മറ്റൊക്കെ പറ്റും. പക്ഷേ അതെന്താണ് എന്ന് കൃത്യമായി അതിൻ്റെ സനദുകളിലൂടെയും മത്തനുകളിലൂടെയൊക്കെ വിശദീകരിക്കാൻ കഴിയണം. അല്ലാതെ അത് എനിക്ക് യോജിക്കാൻ കഴിയണില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി നൽകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഹദീസിനെ പറ്റി നമ്മൾ നല്ലൊരു അവബോധവും ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള പഠനവും ചിന്തയും ഒരു ജാഗ്രതയും സൂക്ഷ്മതയും നമ്മളിൽ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും.